സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ പടവെട്ട്. എഴുതിയത് മുരളി തിരുവഴി. നാത്തൂനെ നാത്തൂനെ എന്ന പാട്ടുമായി അലാറം അലറി. ആവതില്ലേലും അരിശം മൂത്ത് പിടഞ്ഞെഴുന്നേൽക്കാൻ ഈ പാട്ട് ബെസ്റ്റാ. അലാറത്തെയും നാത്തൂനെയും ഉറങ്ങിക്കിടക്കുന്ന സകല ജീവജാലങ്ങളെയും പ്രാകിക്കൊണ്ട് എഴുന്നേറ്റു. തനിക്ക് കിടക്കപ്പുറതി തരാതെ കൂർക്കം വലിച്ചുറങ്ങുന്ന കെട്ടിയാനെ കട്ടിലിൽ നിന്നും ഉന്തിത്തള്ളി താഴെയിടാൻ തോന്നി. പിന്നെ വേണ്ടാന്ന് വച്ചു. കരിമ്പോത്തുപോലമരും തടിയൻ യേശുവതെളുതല്ല തൻ പേലവലോല മൃദുലഹസ്തത്തിനുന്തൽ. ഉടനെ കവിത രചിച്ചു, ചൊല്ലി ആശ്വസിച്ചു. ഈയിടെയായി അങ്ങനെ കലി വന്നാൽ കവിത വരും. അടുക്കളയിൽ കയറി ഓട്ടപ്രദക്ഷിണം നടത്തി പാചകം സ്റ്റാർട്ടാക്കി. നേരം വെളുത്തു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിന്നുമണിയെയും 2ാം ക്ലാസ്സിലെ ഹീറോ തങ്കൂട്ടനെയും തട്ടിയുണർത്തി. എല്ലാം കൂടി എഴുന്നേറ്റ് തലയും കുമ്പിട്ടിരിക്കുന്നു. അടുത്തു ചെന്ന് കാറി. രണ്ടും കൂടി പ്രാഗിക്കൊണ്ട് ടോയ്ലറ്റിലേക്ക് ഓടുന്നത് കണ്ടു. ഭർത്താവും പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു എഴുന്നേറ്റിരിപ്പുണ്ട്. അടുക്കളയിൽ കയറി അംഗം തുടങ്ങി. ഹാളിലേക്ക് വന്ന എല്ലാത്തിനും ചായയും കൊടുത്തു ഒരുങ്ങാൻ ഓടിച്ചു വിട്ടു. വല്ലാത്ത ദാഹം. തലേന്ന് ഫ്ലാസ്കിൽ ഒഴിച്ചു വച്ചിരുന്ന വെള്ളമെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. ഉയ്യോ, ഫ്ലാസ്ക് ചതിച്ചു. തിളച്ച വെള്ളം ഒഴിച്ചത് അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലെ തണുത്ത വെള്ളമെടുത്ത് വായിലേക്കൊഴിച്ചു. സമയമില്ല. ഇഡലി കുക്കറിൽ മാവൊഴിച്ചു. സാമ്പാറിനരിഞ്ഞ് വേറെ കുക്കറിൽ വച്ചു. ചമ്മന്തിക്ക് തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോൾ തങ്കൂട്ടൻ ഓടി വന്നു. അവൻ ഇന്ന് യൂണിഫോം അല്ല, കളർ ഡ്രസ്സാണത്രേ. അതിനി എവിടുന്ന് കണ്ടുപിടിക്കും? ദൈവേ, ഇന്നലെ എല്ലാ ഡ്രസ്സുകളും കഴുകി ബക്കറ്റിൽ വച്ചിരിക്കുകയായിരുന്നു. മഴ കാരണം വെയിലത്തിട്ടിട്ടില്ല. അലമാരയിൽ തപ്പി 2 വർഷം മുൻപുള്ള അവൻ്റെ ഒരു ഷർട്ട് എടുത്തു ചെക്കനെ അതിൽ തിരുകി കയറ്റി. ഒരു തരത്തിൽ അവനതിടില്ല, ചെറുതാണ് പോലും. അതെങ്ങനാ? അങ്ങേരുടെ വിത്തല്ലേ, അങ്ങനെയേ വരൂ. ഐഡിയ പ്രയോഗിച്ചു. എടാ, ഈ ഡ്രസ് ഇറുകിയിരിക്കുന്നത് കണ്ടാ നിന്റെ മസിലൊക്കെ എടുത്തു കാണിക്കും. ജിമ്മനെ പോലെ മോൻ ഇപ്പോൾ ഇരിക്കുന്നേ. മേപ്പടിയാൻ ഒന്നു വഴങ്ങി. ഇവിടെ പിടിച്ചു കയറണം. എടാ, നിന്റെ ക്ലാസ്സിലെ ലച്ചുവിന് ഇങ്ങനെ മസിലൊക്കെയുള്ള പിള്ളാരെയാ ഇഷ്ടം. അതെങ്ങനെ അമ്മയ്ക്കറിയാം? ദുഷ്ടന്റെ ചോദ്യം. അത് PTA മീറ്റിങ്ങിന് പോയപ്പോൾ ലച്ചുവിൻ്റെ അമ്മ പറഞ്ഞതാടാ. അവൾ TV-യിൽ കാണുന്ന ഏക പരിപാടി റെസ്ലിംഗ് ആണെന്ന്. അതിലവൻ വീണു. ഇറുകിയ ഉടുപ്പുമിട്ട് മസിലൊക്കെ കാണിച്ചു നിൽക്കുന്നു. ഇപ്പോൾ കൂടുതൽ വ്യക്തമായി. ആശുപത്രിയിൽ വച്ചു പോലും കൊച്ചു മാറിയിട്ടില്ല. അങ്ങേരുടെ മോൻ തന്നെ. ഇഡലി കുക്കറും സാമ്പാർ കുക്കറും വിസിലടിച്ചു വിളിച്ചു കൂവുന്നു. പരട്ടത്തെണ്ടികൾ, ഇതിനു മാത്രം വിസിലടിക്കാൻ എന്തിരിക്കുന്നു? മട്ടണും ബീഫും ഒന്നുമല്ലല്ലോ ഇത്ര ഡെക്കറേഷൻ കൊടുക്കാൻ. ഓടിച്ചെന്നു. സാമ്പാറിൽ പൊടികളൊക്കെ വാരി വിതറി. ഇഡലിയെടുത്തു പാത്രത്തിൽ തട്ടി. തട്ടിയ ഇഡലി കയ്യിൽ ഒട്ടി നിൽക്കുന്നു. ഇതിനൊക്കെ എന്തോന്നാ, വട്ടുപിടിച്ചോ? കയ്യും പൊള്ളി. ബാത്റൂമിൽ നിന്നു കെട്ടിയോന്റെ അലർച്ച. എടീ, വെള്ളം തീർന്നു, പമ്പ് ഓൺ ചെയ്യ്. അങ്ങോട്ടോടി. പോകുന്ന പോക്കിൽ കാലിന്റെ ചെറുവിരൽ കസേരയുടെ നെഞ്ചത്തോട്ട് ചെന്ന് കേറിക്കൊടുത്തു. ഹുയോന്റെ അമ്മച്ചിയെ, ഈ ചെറുവിരലെന്ന വൃത്തികെട്ട ഐറ്റത്തെ കൊണ്ട് കാലിന് എന്തേലും ഗുണമുണ്ടോ? എന്നാ മാരക വേദനയാ. തട്ടാൻ വേണ്ടി മാത്രം കാലയിലിരിക്കുന്ന തൃക്കാവടി തെണ്ടി. ചിന്നുമണി കുളിച്ചിറങ്ങി വന്നു. അവൾക്ക് മുടി പിന്നിക്കെട്ടിക്കൊടുക്കണം പോലും. കളസ ഗുണസ എന്ന് മുടി പിരിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു. അവൾ അതേപോലെ അതൂരിക്കളഞ്ഞു പുച്ഛിച്ചു. മുടി പിന്നിയിടാൻ പോലും അറിയാത്ത നിങ്ങളെയൊക്കെ എങ്ങനെയാണമ്മ എൻ്റെ അച്ഛൻ കെട്ടിയത്? ആ, ഊരട്ടെ. ഇന്നത്തെ കാലത്ത് ഇച്ചിരി ഭംഗി കുറഞ്ഞു പോകുന്നതാ നല്ലത്. പിന്നെ കല്യാണ പെണ്ണല്ലേ ഒരുക്കി ഇറക്കാൻ. കുക്കർ വീണ്ടും വിളി തുടങ്ങിയിട്ടുണ്ട്. തല പെരുക്കുന്നു. കൂട്ടിൽ കിടക്കുന്ന പട്ടി അതിലേ ചാടിപ്പോയ ഒരു മാക്രിയെ കണ്ട് കുരയോട് കുര. ഊളൻ വന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത സാമാനമാ ഇപ്പോ ഉണ്ടാക്കണത്. പുറത്ത് മീൻകാരൻ 550 ഡെസിബലിൽ ഹോൺ മുഴക്കുന്നു. അവിടെ കിടന്നടിക്കട്ടെ, ഇന്നലത്തെ പൈസ കൊടുക്കാനുണ്ട്. അത് കിട്ടാതെ പോവില്ല. എടി, ഷൂവിൻ്റെ സോക്സ് എവിടാ? ഹോ, മാമനാർ പിള്ള ഒരുങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. സ്കൂൾ ബസിന്റെ ഹോൺ ദൂരെ നിന്നും കേൾക്കാം. അമ്മേ, ഞാൻ ഇതിൽ വച്ചിരുന്ന പൗഡർ എവിടെ? ചിന്നുക്കുട്ടിയുടെ ചോദ്യം. ഞാനെടുത്ത് വിഴുങ്ങിയടി, പോയി നോക്കടി. ഈശ്വര, ഈ വീട്ടിലെ എല്ലാത്തിനും പ്രാന്ത് പിടിച്ചോ? ഒരു ഇഡലി മുറിച്ചെടുത്ത് സാമ്പാറിൽ മുക്കി തങ്കൂട്ടന്റെ വായിൽ കുത്തിക്കേറ്റി. എരിവ് മൂലം വെള്ളം കുടിക്കാൻ അവന് ആക്രാന്തം. വെള്ളമെടുക്കാൻ ഓടി.
ഓടുന്ന വഴിയിൽ അലമാരയിലെ കണ്ണാടിയിൽ തൻ്റെ രൂപം കണ്ടു. അമ്മേ, ഇതേത് ഭദ്രകാളി സ്വരൂപം! തലമുടിയെല്ലാം വലിച്ചു പറിച്ച് എങ്ങോട്ടെങ്കിലും ഓടാൻ തോന്നുന്നു. വെളിയിൽ മീൻകാരൻ വീണ്ടും ഹോണടിക്കുന്നു. ഓടിപ്പോയി കാശു കൊടുത്തു അയില മീൻ വാങ്ങി. അപ്പോഴവൻ്റെ ചോദ്യം, ഇന്നലത്തെ മീൻ എങ്ങനുണ്ടായിരുന്നു ചേച്ചിയേ? കുഴപ്പമില്ല. ചേച്ചി എന്താ ക്ഷീണിച്ചിരിക്കുന്നേ? വലിയ പണിയായിരിക്കും അല്ലയോ? പാവം. അവൻ്റെ ഭാര്യ കീറി ഉണങ്ങിയ മത്തി പോലെ ഇരിക്കുന്നത്. അതിനൊന്നും മേടിച്ചു കൊടുക്കത്തില്ല. എന്നിട്ടാ അവന് തന്നോടുള്ള ചൂണ്ടയിടൽ. എടിയെ, കഴിക്കാനെടുത്തോ? അകത്തുനിന്നും വിളി മുഴങ്ങി. ഓ, മുതുകാല മഹാരാജാവിന് പ്രാതൽ കൊടുത്തില്ല. ഓടി വീട്ടിൽ വന്നു മീനെടുത്ത് ചട്ടിയിലിട്ട് വെള്ളമൊഴിച്ചു വെച്ചു. കുക്കർ തുറന്ന് പാത്രത്തിൽ വിളമ്പി കെട്ടിയോൻ്റെ മുൻപിൽ വച്ചു. ഭുജിക്ക മഹാരാജാവേ. എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ടു. അതുവരെ കസേരയുടെ അടിയിൽ കിടന്നിരുന്ന കിങ്ങിണിപ്പൂച്ച തൻ്റെ അയിലയും എടുത്തോണ്ട് ജനൽ വഴി ചാടി മറയുന്നു. അതും മുഴുത്ത ഒരെണ്ണം. കയ്യിൽ കിട്ടിയ തവിയെടുത്ത് ഒറ്റയേറി ജനൽ ഗ്ലാസ് രണ്ടായി പൊട്ടി താഴെ. ഓടുന്ന പൂച്ചയെ ഭീഷണിപ്പെടുത്തി. ഇനി നീ പ്രസവിച്ച് പിള്ളാരെയും കൊണ്ടിങ്ങു വാടി, കാണിച്ചു തരാം. മീനെടുത്തു വറുത്തു. അതിനിടയ്ക്ക് കറിവേപ്പില ഒന്നൊടിക്കാനോടി. തിരിച്ചു വന്നപ്പോൾ മീൻ കരിഞ്ഞും തൊലിഞ്ഞുമൊക്കെ ഇരിക്കുന്നു. ഒരു വിധത്തിൽ തലേന്നത്തെ കറികൾ ചൂടാക്കിയതും ഇന്നത്തേതുമൊക്കെ ചേർത്ത് ഉച്ചയൂണ് 3 പേർക്കും റെഡിയാക്കി കെട്ടിവച്ചു. ഹോ, ഈ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചവനെ സ്വർഗത്തിലാക്കണേ നാഥ, ഇല്ലേൽ ജീവിതം തന്നെ തുലഞ്ഞു പോയേനെ. സ്കൂൾ ബസ്സിൽ 2 തലതിരിച്ചതുങ്ങളെയും കയറ്റിവിട്ടു. കൂട്ടിൽ കിടന്ന പട്ടി വീണ്ടും കുര തുടങ്ങി. ഇത്തവണ പച്ചപ്പക്കിയെ കണ്ടതിനാണ്. തല പൊട്ടുന്നതുപോലെ. ഫോൺ ബെല്ലടിച്ചു. വാറുവിളാകത്തെ മാമി. എടി, നിനക്കിപ്പോ ഞങ്ങളൊന്നും വേണ്ടായല്ലേ? ഏയ്, എന്തു മാമി അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ ഫേസ്ബുക്കിൽ കുറച്ചു മുൻപ് ഫോട്ടോ ഇട്ടിട്ട് നീ ലൈക്കാത്തതെന്താ? ഓ, എൻ്റെ കരവാളൂരമ്മേ, കൺട്രോൾ തരൂ. ഒരു വിധത്തിൽ ഫോൺ വച്ചു. സത്യമായും ഇവിടെ എല്ലാത്തിനും പ്രാന്ത. അടുക്കളയും മുറികളും നോക്കി. മാമാങ്കം കഴിഞ്ഞ പ്രതീതി. ഇനി 1.5 തച്ച് പണിയുണ്ട് എല്ലാം നേരെയാക്കാൻ. എടി, വെള്ളം. ദേ വീണ്ടും. വെള്ളം കുടിച്ച് പൊതിച്ചോറും കൊണ്ട് ജോലിക്ക് പോകാൻ തുടങ്ങവേ കെട്ടിയോന്റെ നിർദ്ദേശം. എടിയെ, നീ വെറുതെ ഇവിടെ ഇരിക്കുകയല്ലേ? രാവിലെ മുറ്റമെങ്കിലും ഒന്നടിച്ചു വാരി ഇട്ടൂടെ? യോഗനിദ്രയിലാണ്ട് സംയമനം പാലിച്ചുകൊണ്ട് ചിന്തിച്ചു. യഥാർത്ഥത്തിൽ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് ആർക്കാണ് അർഹത? മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.